പ്രൊഡക്റ്റ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഓൾറെഡി ഇൻട്രാഡേയിൽ ഇങ്ങനെ ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ലോസസ് വരുന്നത് എങ്ങനെ കുറയ്ക്കാം, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് നമ്മൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷം എന്നല്ല, അതിലും കൂടുതൽ ഒരു 5 വർഷത്തിന് മുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എങ്ങനെയാണ് ലോങ് ടേം എന്ന് പറയാം. നമുക്ക് ഷെയർസിലോ ഇൻഡെക്സ് ഫണ്ടിലോ അല്ലെങ്കിൽ കറൻസി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ എന്തിൽ വേണമെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ലംസമായിട്ടൊരു എമൗണ്ട്, ഒരു ഫുൾ എമൗണ്ട് എത്രയാണോ, നമ്മളിപ്പോൾ ഒരു 5 lakh അങ്ങനെ ഒരു വലിയ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ SIP പോലെ, അതായത് SIPനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ. അതായത് ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് മന്ത്ലി അല്ലെങ്കിൽ ഒരു റെഗുലർലി നമ്മുടെ അക്കൗണ്ട് ചെയ്ത് പോകുന്നു. അങ്ങനെയും നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു ലോങ് ടേമിൽ ലംസമായാലും SIP ആയാലും നമുക്ക് ഈ ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കും അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് എപ്പോഴും നോക്കി വെക്കുക. അതായത് ഇതിലെങ്ങനെയൊക്കെയാണ് ടാക്സ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ റെക്കോർഡ്സ് കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ലോങ് ടേം ചെയ്യുന്നതിൻ്റെ റെക്കോർഡ്സ്, അതിൻ്റെ പ്രോഫിറ്റ്സ്, അതിൻ്റെ ഇപ്പോൾ ഷെയർസിലാണെങ്കിൽ നിങ്ങൾക്ക് അതിലിപ്പോൾ ബോണ്ട് ഷെയർസ് അങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്നത് അതെല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുക. റെക്കോർഡ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് ടാക്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അത് ക്ലിയർ ആക്കിയിട്ട് എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതുപോലെ ലോങ് ടേമിലേക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഇടയിൽ വെച്ച് നിർത്താതിരിക്കുക. അതായത് നമ്മൾ പെട്ടെന്നൊരു ഇൻക്രീസ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ലോങ് ടേം എന്നുള്ളത് മാറ്റി പെട്ടെന്ന് അത് വിഡ്രോ ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. പരമാവധി ലോങ് ടേമിലേക്ക് എടുത്താലും നമുക്ക് ഈ ഒരു ടാക്സേഷൻ ബെനിഫിറ്റും അതെല്ലാം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ലോസസിന്റെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാം? ഫസ്റ്റ് തന്നെ അവോയ്ഡ് പാനിക് സെല്ലിങ്. അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമോഷണൽ ഇത് വരുമ്പോൾ, അതായത് പേടിയാവാം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഹൈക്ക് കണ്ടിട്ടാവാം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ലോങ് ടേമിൽ കിട്ടിയ സാധനം നമ്മൾ വിറ്റ് ആ ഒരു ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ലോങ് ടേമിലേക്കാണ് അല്ലെങ്കിൽ പ്രത്യേകം ഒരു ഗോളിലേക്ക് ആയിരിക്കാം മേ ബി അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഒരു റിട്ടേൺ ആൻഡ് ബെനിഫിറ്റ് ഗോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗോളിലേക്കാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീബാലൻസ് പോർട്ട്ഫോളിയോ, അതായത് നമ്മൾ ചെയ്യുന്ന പോർട്ട്ഫോളിയോ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് ലോസ് ഉള്ളതുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വരുന്നതാണ് കോസ്റ്റ് ആവറേജിങ്. നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ റിട്ടേൺസ് കാര്യങ്ങളെല്ലാം മാച്ചായി അത് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരുന്നുണ്ടോ, ഇതെല്ലാം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് മേടിച്ചിട്ട് അതിനെ നോക്കാതിരിക്കരുത്, എപ്പോഴും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ടൈം ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് എപ്പോഴും ഒരു ടൈമിൽ ഇടാതെ ഇടയ്ക്കിടയ്ക്ക് ഇടുക. ഏത് ടൈം ആയാലും മാർക്കറ്റ് വേരിയേഷൻസ് അല്ലെങ്കിൽ നോക്കാതെ പല ടൈമിൽ ഇടാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഈ പറയുന്ന പോലെ SIP ആണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുക. എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴാണോ ഇട്ടുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് കണ്ടീഷൻ ഇതൊന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. അതിൽ മുടക്കം വരുത്താതിരിക്കുക. അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, ടൈമിലത്തെ പോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, അതായത് പല അസറ്റ്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു അസറ്റിൽ മാത്രം എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവാതെ നോക്കാനായിട്ട് നമുക്ക് അപ്പോൾ പറ്റും. ബാക്കിയുള്ള അസറ്റ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള പോർട്ട്ഫോളിയോയും നമുക്ക് പ്രോഫിറ്റ് ആവാം. അപ്പോൾ പല പോർട്ട്ഫോളിയോയിൽ ഇടാനായിട്ട് ശ്രമിക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ ലോങ് ടേമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ടാക്സ് ഇംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് ഓൾറെഡി ടാക്സ് ബെനിഫിറ്റ് ഓൾറെഡി ലോങ് ടേമിലാണ് കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ ലോങ് ടേമിലാണ് ടാക്സ് കുറവ്. ഷോർട്ട് ടേമിനെ വെച്ച് നോക്കുമ്പോൾ ലോങ് ടേമിലാണ് ടാക്സ് കുറവ് വരുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് കാണുമ്പോൾ പെട്ടെന്ന് വിറ്റ് അത് ഷോർട്ട് ടേം ആക്കി അതിൻ്റെ ടാക്സ് വരുത്താതെ പരമാവധി ലോങ് ടേമിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൺസൾട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ. അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിലെല്ലാം പിന്നെയും കൺഫ്യൂഷൻ വരാണ് അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല, നിങ്ങൾക്ക് പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക തന്നെ വേണം എന്നുള്ളവരാണെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു റിസ്ക് അധികം ഇല്ലാത്ത, നിങ്ങൾക്ക് അധികം അറിയാത്തത് കൊണ്ട് തന്നെ റിസ്ക് അധികം ഇല്ലാത്ത ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ലോങ് ടേം ആണ് എപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ലോസ് സാധ്യത കുറവുള്ളതാണ് ഈ ലോങ് ടേം എന്ന് പറയുന്നത്. പരമാവധി ശ്രദ്ധിച്ച് തന്നെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം റെക്കോർഡുകൾ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമുക്ക് ടാക്സ് എടുക്കാൻ, ടാക്സിൻ്റെ ബെനിഫിറ്റിനും അല്ലെങ്കിൽ അതിന് ക്ലെയിം ചെയ്യാനൊക്കെ നമുക്കിത് ആവശ്യം വരും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടെന്ന് പറയുന്നത്. അതായത് ഒരു ലോങ് ടേം എങ്ങനെ ലോസുകൾ കൂടാതെ ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഇൻഫർമേഷൻസ് ആണല്ലോ നമ്മൾ ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ചാനലിൽ പറഞ്ഞ് നിങ്ങൾക്കറിയാം. ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ടാക്സിനും പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ പറയുക. അപ്പോൾ വേഗം തന്നെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.